ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുർബാനയുടെ തിരുനാളിനെ കുറിച്ചുള്ള സംശയങ്ങളും ഉത്തരങ്ങളുമായി വീണ്ടും ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ചോദ്യങ്ങളുമായി ഞാനുണ്ട്, ഉത്തരങ്ങളുമായി മാനുവൽ സാറും. മുപ്പതോളം വിഷയങ്ങളുമായി മാനുവൽ ടീച്ചേഴ്സ് ചാനൽ. നാം വിശുദ്ധ കുർബാനയുടെ തിരുനാൾ അല്ല, പരിശുദ്ധ കുർബാനയുടെ തിരുനാളിലേക്ക് വരികയാണ്. കോർപ്പസ് ക്രിസ്റ്റി. കോർപ്പസ് ക്രിസ്റ്റിയുടെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞു. അതിനുവേണ്ടി പ്രത്യേകം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തരുന്നത് ഇന്നത്തെ ദിവസം പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ, ആ ദിവസത്തിന്റെ അർത്ഥങ്ങളും അതിന്റെ കാരണങ്ങളിലേക്കും വരികയാണ്. ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ ഓട്ടത്തിലായിരുന്നു. പള്ളിയിലെ വാഴ വയ്ക്കാനായിട്ട്, വാഴയോടൊപ്പം വാഴക്കുലയും. ഞങ്ങൾ പല കടകളിൽ പോയി ഞങ്ങൾ അങ്ങനെ ബുക്ക് ചെയ്തു. എന്നാൽ വാഴക്കുല ഉണ്ടാകുന്ന ഒരു വാഴ ഞങ്ങളുടെ യൂണിറ്റിൽ ഇല്ലായിരുന്നു. ആയതുകൊണ്ട് വാഴ പ്രത്യേകവും വാഴക്കുല കടയിൽ നിന്നും വാങ്ങിയാണ് മിക്സ് ചെയ്തത്. ഭയങ്കര മഴയായിരുന്നു. മഴയത്ത് നിന്നാണ് ഞങ്ങൾ അത് ചെയ്തത്. 62ഓളം യൂണിറ്റുകളാണ് അരൂർ സെന്റ് ജോസഫ്സ് ഇടവകയിലുള്ളത്. ഈ 62 യൂണിറ്റും പള്ളിവാതിക്കലിലെ വാഴയും വാഴക്കുലകളുമായി വന്നു വാഹനങ്ങളിൽ. പള്ളിയുടെ മുമ്പിൽ ഞങ്ങൾ ചെന്നു. യൂണിറ്റ് കൺവീനറാണ് വൈഫ് ബിന്ദു. നിങ്ങൾ ചോദിച്ച ബിന്ദു ടീച്ചറാണ് യൂണിറ്റ് കൺവീനർ. അതുകൊണ്ട് ഞാനും അദ്ദേഹവും സെക്രട്ടറിയും മോനും കൂടിയാണ് കൊണ്ടുപോയി ഞങ്ങൾ വെച്ചത്. നല്ല മഴയത്തായിരുന്നു. ഇത് ഓരോ യൂണിറ്റുകളിൽ നിന്നും പള്ളിയുടെ മുറ്റത്ത് പ്രത്യേകമായി ക്രമീകരിച്ച തൂണുകളിൽ വാഴയോടൊപ്പം വാഴക്കുലയും കെട്ടിവെക്കുകയാണ് ഓരോരുത്തർ. കുറച്ച് 30 വാഴകളൊന്നും കിട്ടാത്ത വരുമ്പോൾ പലരും തന്നെ ഒരു കുല വാങ്ങി അതിൽ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. പലർക്കും അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ എന്നോട് ചോദിക്കുകയാണ്, സാറ് യൂട്യൂബിലേക്ക് ചെയ്യുന്നതല്ലേ, പിന്നെ കാറ്റഗിസം ടീച്ചറല്ലേ, സാറിനറിയാവോ എന്താണ് ഈ വാഴക്കുലയും വിശുദ്ധ കുർബാനയുടെ തിരുനാളും തമ്മിലുള്ള ബന്ധം? ഒന്ന് സാർ പറഞ്ഞു തരുമോ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്കാണ്. ഞാൻ അതൊരു ബ്ലോഗ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് ഞാൻ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് നൽകുകയാണ്. അതിന് മുന്നോടിയായി വാഴക്കുലയും വിശുദ്ധ കുർബാനയും തമ്മിലുള്ള ബന്ധത്തിലേക്ക് വരുന്നതിന് മുമ്പായി ഈ തിരുനാളിന്റെ ആരംഭം എന്താണെന്ന് എപ്പോഴാണെന്ന് അറിയാം, എങ്ങനെയാണെന്നറിയാം, ആരിലൂടെയാണെന്നറിയാം. ഇതിന്റെ തുടക്കത്തെ ഞാൻ ചെറുതായിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. ദിവ്യകാരുണ്യം ലോകത്തിന്റെ പ്രകാശവും ജീവനുമാണെന്ന വിശുദ്ധ ജോൺ പോൾ പാപ്പയുടെ വാക്കിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. കോർപ്പസ് ക്രിസ്റ്റി, കോർപ്പസ് ഡൊമിനി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ തിരുനാൾ 1263 ഊർബൻ 4 പാപ്പ ഇറ്റലിയിലെ ബോൾസനയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തോടെയാണ് ആരംഭിക്കാനായിട്ട് പ്രചോദനം ലഭിച്ചതും. 1264 അദ്ദേഹം തന്നെ പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കാനുള്ള പ്രഖ്യാപനം ആഗോള സഭയിൽ നടത്തി. 1264 ഓഗസ്റ്റ് 11 ട്രാൻസിത്തറാസ് ദേ ഹോക് മുന്തോ എന്ന തിരുവഴുത്തിലൂടെ, ബുള്ളറ്റിനിലൂടെ ഊർബൻ 4 പാപ്പ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കാൻ ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞു വരുന്ന 60ാമത്തെ ദിവസമാണ് ഈ ദിവസം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്താണ് ഈ 60ാമത്തെ ദിവസം പ്രത്യേകത? 50ാമത്തെ ദിവസം പെന്തക്കോസ്തയാണ് അല്ലേ? ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞ് 40ാം ദിവസം എന്താണ്? സ്വർഗാരോഹണ
തിരുനാളാണ് ക്രിസ്തുവിന്റെ. അടുത്ത 50-ാമത്തെ ദിവസം വരുന്നത് എന്താണ്? പെന്തക്കോസ്ത തിരുനാളാണ്. 60-ാമത്തെ ദിവസം വരുന്നത് തിരുനാള് കഴിയുമ്പോൾ വരുന്ന വ്യാഴാഴ്ചയാണ് ഏത് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ വരുന്നത്. ഈ 60-ാമത്തെ ദിവസത്തിന് പ്രത്യേകിച്ച് കണക്കൂട്ടലൊന്നും ഇല്ല കേട്ടോ. ഇത് വരേണ്ട എന്നാണ്? പെസഹ വ്യാഴാഴ്ചയായിരുന്നു. അപ്പൊ പെസഹ വ്യാഴാഴ്ച ആണ് കുർബാനയുടെ സ്ഥാപനം നടന്നത്. അതുകൊണ്ട് തന്നെയാണ് 60-ാമത്തെ ദിവസമായ വ്യാഴാഴ്ച തന്നെ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ വരുന്നത്. അതിന് കണക്കുകൂട്ടലുകളൊന്നുമില്ല. 60-ാമത്തെ ദിവസത്തിന് അതിന്റെ ദൈവശാസ്ത്രപരമായ കണക്കുകൂട്ടലിലേക്ക് നിങ്ങൾ പോവുകയും വേണ്ട. ഈ 60-ാമത്തെ ദിവസമാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. അത് വ്യാഴാഴ്ചയായിരുന്നു നടത്തിയിരുന്നത്. എന്നാൽ അത് പലരുടെയും അവധി ദിവസങ്ങളല്ലാത്തതിനാൽ അത് ചേഞ്ച് ചെയ്ത് ഞായറാഴ്ചയായി. എന്തായാലും ഭാരതത്തിൽ ത്രിത്വത്തിന് തിരുനാൾ കഴിഞ്ഞ് പിറ്റേ ഞായറാഴ്ചയാണ് ഇത് നടത്തുന്നത്. ത്രിത്വത്തിന് തിരുനാളിനെ പറ്റി ഒത്തിരി പറയാനുണ്ട്. അത് നമ്മൾക്ക് ദഹിക്കുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് നൽകാം. ഞാൻ വിശുദ്ധ കുർബാന തിരുനാളിലേക്ക് തന്നെ വരട്ടെ. പെസഹ വേളം ക്രിസ്തുനാഥനാൽ സ്ഥാപിച്ച വിശുദ്ധ കുർബാനയ്ക്ക് പെസഹ തിരുനാളിലൂടെ നാം ആഘോഷിക്കുമ്പോൾ പ്രത്യേകമായി മറ്റൊരു ദിവസം വേണമായിരുന്നു എന്ന് നമ്മളും അതുപോലെ AD 1264 വരെ ഉണ്ടായിരുന്ന ഒത്തിരി പേര് സഭയിൽ ചോദിച്ചു കാണും, സ്വയവും ചോദിച്ചു കാണും, ചിന്തിച്ചു കാണണം. നമ്മുടെ പല പ്രാർത്ഥനകളിലും പ്രവർത്തനങ്ങളിലും ദൈവികമായ ഇടപെടലുകൾ ചരിത്രങ്ങളിലൂടെ അറിഞ്ഞിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതുമാണല്ലോ. അങ്ങനെ ഒരു ഇടപെടൽ ഇവിടെയുണ്ടായി. അത് വിശുദ്ധ ജൂലിയാനയിലൂടെ ദൈവം നടത്തി. AD 1193 ആണ് വിശുദ്ധ ജൂലിയാന ജനിക്കുന്നത്. 1258 സ്വർഗത്തിന് അവകാശിയാവുന്നതും, അതായത് 1258 അദ്ദേഹം മരണമടയുന്നതും. ദിവ്യകാരുണ്യ ആരാധനയിലൂടെ ജീവിതത്തിന്റെ ഊർജവും ശക്തിയും അനുഭവിച്ച തീവ്ര ഭക്തിയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു വിശുദ്ധ ജൂലിയാന. അദ്ദേഹത്തിന് 16-ാമത്തെ വയസ്സിൽ ഒരു ദർശനം അദ്ദേഹത്തിനുണ്ടായി, ഒരു സന്ദേശവും ലഭിച്ചു. അത് 1208 പൂർണ്ണ ചന്ദ്രന്റെ രൂപവും അതിനുള്ളിൽ ഒരു കറുത്ത പാടുമാണ് അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ലഭിച്ചത്. അതിന്റെ സന്ദേശം ഇങ്ങനെയായിരുന്നു: പ്രകാശമാനമായ പൂർണ്ണചന്ദ്രൻ സഭയുടെ പ്രതീകമാണെന്നും അതിലെ കറുത്തപാട് തിരുസഭയിൽ ദിവ്യകാരുണ്യത്തിനായി ആദരവും സ്നേഹവും പ്രകടമാക്കാനായി ഒരു പ്രത്യേകമായ ഒരു ദിവസം ഇല്ലാത്തതിൻ്റെ കുറവിനെയാണ് കാണിക്കുന്നതെന്ന് ആ സൂചനയായി ആ ദർശനത്തിലൂടെ വിശുദ്ധ ജൂലിയാനയ്ക്ക് ഒഴിവാക്കപ്പെട്ടു. AD 1208 വിശുദ്ധ ജൂലിയാനയ്ക്ക് ലഭിച്ച ദർശനത്തിന്റെയും സന്ദേശത്തിന്റെയും കാര്യം അദ്ദേഹം ഭയം കൊണ്ട് ആരോടും പറഞ്ഞില്ല. ഒരു പാപ്പയോടോ ഒരു ബിഷപ്പിനോടോ ഒരു വൈദികനോടോ പറഞ്ഞാൽ അതില് മറ്റൊരു തലത്തിൽ എടുത്തുകൊണ്ട് വിശുദ്ധ ജൂലിയാനയെ അവഹേളനപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ പറയുകയോ ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആരോടും സൂചിപ്പിച്ചില്ല. എന്നാൽ 20 വർഷങ്ങളായി തുടരെയുള്ള ഒരേ ദർശനത്തിന്റെയും ഒരേ സന്ദേശത്തിന്റെയും ആധിക്യത്താൽ തന്റെ സഭാധികാരികളോടും സഭയുടെ മേലധ്യക്ഷന്മാരോടും വിശുദ്ധ കുർബാനയ്ക്ക് ആദരവ് നൽകാനുള്ള പ്രത്യേക ദിവസത്തെ പറ്റിയും തനിക്ക് ലഭിച്ച ദർശനങ്ങളും സന്ദേശങ്ങളും ബോധിപ്പിച്ചു. അതായത് അദ്ദേഹത്തിന് 20 വർഷങ്ങളായി തുടരെ ഈ ദർശനങ്ങൾ ലഭിച്ചപ്പോൾ പലവിധ അത്ഭുതങ്ങളിലും അതുപോലെ തന്നെയാണ്. ഒരു പ്രാവശ്യം ദർശനങ്ങളല്ല വരുന്നത്, 3 പ്രാവശ്യം. നമ്മുടെ വല്ലാർപാടത്തമ്മയുടെ കാര്യത്തിൽ തന്നെ വരുമ്പോൾ അവിടെ നടന്ന അത്ഭുതത്തില് 3 പ്രാവശ്യം അവിടുത്തെ വികാരിയച്ഛന് സ്വപ്നത്തിൽ കാണിച്ചു, ഇങ്ങനെ ഒരു സ്ത്രീ കായലിന്റെ അടിയിൽ
കിടക്കുന്നു എന്നുള്ളത്. അതെ, ഒരു പ്രാവശ്യം സ്വപ്നം കണ്ടാൽ നമ്മൾ തന്നെ, നമുക്ക് ഓരോ സ്വപ്നങ്ങൾ കാണുന്നുണ്ടല്ലേ, ഈ സ്വപ്നങ്ങൾ കാണുമ്പോൾ അതങ്ങ് വിശ്വസിക്കുമോ? ഇല്ല. നമ്മൾക്കും തുടർച്ചയായ സ്വപ്നങ്ങൾ വരുമ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. അതുപോലെയാണ് ജൂലിയാനയ്ക്ക്, വിശുദ്ധ ജൂലിയാനയ്ക്ക് 20 വർഷങ്ങളായി തുടരുകയായിരുന്നു ഈ ഒരേ ദർശനത്തിന്റെയും ഒരേ സന്ദേശത്തിന്റെയും ആധിക്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സഭ അധികാരികളോടും സഭാ മേലധ്യക്ഷന്മാരോടും വിശുദ്ധ കുർബാനയ്ക്ക് ആദരവ് നൽകുന്നതിനെ പറ്റി പറഞ്ഞു. അതിനുവേണ്ടി ഒരു പ്രത്യേക ദിവസം വേണമെന്ന് പറഞ്ഞു. തനിക്ക് ലഭിച്ച ദർശനങ്ങളുടെയും സന്ദേശങ്ങളുടെയും അർത്ഥങ്ങൾ ബോധിപ്പിച്ചു. അതേ തുടർന്ന് ഈ ദർശനത്തെയും സന്ദേശത്തെയും പറ്റിയും വിലയിരുത്തി മുകൾ തലങ്ങളിൽ ഈ തിരുനാളിന്റെ ആവശ്യകതയെപ്പറ്റി പഠിക്കാനും തീരുമാനമെടുക്കാനും അതിനോട് ബന്ധപ്പെട്ട പ്രത്യേക സമിതിയെ റോം തീരുമാനിച്ചു. പെസഹവേളം നാം അനുസ്മരിക്കുന്നത് ക്രിസ്തുവിന്റെ വിനയത്തിന്റെയും അനുസരണത്തിന്റെയും ശുശ്രൂഷയുടെയും മാതൃകയും വിശുദ്ധ കുർബാനയുടെയും പൗരോഹിത്യത്തിന്റെയും സംസ്ഥാപനത്തിന്റെയും അതുപോലെ ക്രിസ്തുനാഥന്റെ ഗെത്സമേനിലെയും കാൽവരിയിലെയും ശൂന്യവൽക്കരണത്തിൻ്റെതുമാണ്. പരിശുദ്ധമായ ദിവ്യരഹസ്യത്തിന്റെ പ്രാധാന്യത്തിന്റെ ലവലേശം പോലും കുറവ് വരുത്താതെ പരിശുദ്ധ കുർബാനയെ പ്രത്യേകമായി ഓർക്കുന്നതിനും ക്രിസ്തുനാഥന്റെ മഹനീയ സാന്നിധ്യത്തെ ആഴത്തിൽ അറിയുവാനും അനുഭവിക്കാനും അനുഭവേദ്യമാക്കുവാനും പ്രഘോഷിക്കുവാനുള്ള ഒരു ദിവസം പ്രത്യേകമായി വേണമെന്ന തീരുമാനത്തിൽ സഭാധികാരികൾ എത്തിച്ചേർന്നു. റോം എത്തിച്ചേർന്നു. ഹോളി സീ എത്തിച്ചേർന്നു. എന്താണ് ഹോളി സീ എന്ന് ഞാൻ പറയാം. ഈ കാലയളവിലായിരുന്നു അതായത് എത്തിച്ചേർന്നെങ്കിലും അവർക്ക് ഒരു ചെറിയൊരു സന്ദേഹമുണ്ടായിരുന്നു. അത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിട്ട് ആ കാലയളവിലാണ് വിശുദ്ധ കുർബാന മധ്യയുള്ള ഓസ്തിയുടെ ക്രിസ്തുവിന്റെ മാംസത്തിലേക്കുള്ള ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ, അതായത് പരിവർത്തനത്തെ മറ്റൊരു കണ്ണാൽ, അതായത് സംശയത്തിന്റെയും പാഷണ്ഡതയുടെയും കണ്ണുകളാൽ കണ്ടിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു വൈദികനുണ്ടായിരുന്നു, ജർമ്മൻ വൈദികനായ പീറ്റർ ഓഫ് പ്രാഗ്. അദ്ദേഹം എപ്പോഴും ദിവ്യബലി അർപ്പിക്കുമ്പോൾ ഈ ഓസ്തി, ഈ ഗോതമ്പിന്റെ അപ്പത്തിൽ എങ്ങനെയാണ് ക്രിസ്തു വരുന്നത്, ഇതിലെങ്ങനെയാണ്, ഞാൻ രണ്ട് വാക്കുകൾ പറയുമ്പോൾ, കുദാശവചനങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് ഈ ഓസ്തി ക്രിസ്തുവാകുന്നത്? യഥാർത്ഥ സാന്നിധ്യമുണ്ടോ? അദ്ദേഹം സംശയത്തിലൂടെയാണെങ്കിലും താൻ പുരോഹിത പട്ടമെടുത്തതല്ലേ, എല്ലാവരും ചൊല്ലുന്നില്ല കുർബാന, അതുപോലെ താനും ചൊല്ലുക എന്ന രീതിയിലായിരുന്നു. അങ്ങനെ അദ്ദേഹം 1263 AD 1263 ഒരു തീർത്ഥാടനത്തിന് പോവുകയാണ്. ആ വഴി ഇറ്റലിയിലെ ബോൾസനയിൽ വിശുദ്ധ ക്രിസ്റ്റീനയുടെ പള്ളിയിൽ അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിച്ചു. ആ വിശുദ്ധ കുർബാനയെ അർപ്പിച്ചപ്പോൾ ആ കുർബാനയുടെ മധ്യേ ഓസ്തി ക്രിസ്തുവിന്റെ തിരുശരീരമാവുകയും അതിൽ നിന്ന് രക്തം ഇങ്ങനെ ധാരയായി ഒഴുകുകയും ചെയ്തു. കോർപ്പറൽ, അതായത് ദിവ്യ ബലി മധ്യേ ബലിപീഠത്തിൽ ഇടുന്ന തുണി, അത് ദിവ്യകാരനെ പറ്റി അല്ല വിശുദ്ധ കുർബാനെ പറ്റി പറയുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് പറയാം. ആ തുണിയെല്ലാം ഈശോയുടെ തിരുരക്തത്താൽ നനഞ്ഞു. അതായത് അദ്ദേഹത്തിന് ആ ഓസ്തിയിൽ നിന്ന്, ആ തിരുശരീരത്തിൽ നിന്ന് ധാരയായി ഒഴുകിയ രക്തം ആ കോർപ്പൽ മുഴുവനായി നനഞ്ഞു. ആ തിരുവസ്ത്രം, ആ കോർപ്പറൽ ദിവ്യകാരത്തിലെ അത്ഭുതമായി. അന്ന് ഓസ്തി മാംസമായതും ഈ വസ്ത്രത്തിലുള്ള, ഈ തുണിയിലുള്ള രക്തക്കറകളും ഇന്നും ഇറ്റലിയിലെ ഓർവിറ്റോ കത്തീഡ്രലിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ സംഭവവും പഠനവിധേയമായി ദിവ്യക്കാരന് അത്ഭുതമായി പ്രഖ്യാപിച്ചു. വിശുദ്ധ ജൂലിയാനിക്ക് ലഭിച്ച ദർശനവും സന്ദേശവും ഈ വൈദികന്റെ, അതായത് പീറ്റർ ഓഫ് പ്രാഗിന്റെ അത്ഭുതവും ഒരേ കാലയളവിലായിരുന്നു. ആയതിനാൽ സഭാധികാരികൾ മുൻപേ എടുത്ത തീരുമാനത്തെ സ്ഥിരീകരിച്ചു. ആ വൈദികന്റെ ഇടപെടലാണ്, ആ ദൈവിക ഇടപെടലാണ് 762 വർഷം കഴിഞ്ഞും, അതായത് 1264 പ്രഖ്യാപിച്ച ആ
പരിശുദ്ധ കുർബാന തിരുനാൾ 762 വർഷം കഴിഞ്ഞ് ഇന്നും നാം ആഘോഷിക്കുന്നതും നമ്മോട് ഉൾച്ചേരുന്നതും പ്രഘോഷിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും അതുതന്നെയാണ്. ആ കാലത്തും ഇപ്പോഴും പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് ദേവാലയത്തെ നയിക്കാനായി ഈ ദിവസത്തിൽ മൂപ്പത്തക്ക വിധത്തിലാണ് വാഴകൾ പണ്ടൊക്കെ നട്ടിരുന്നത്. ആ വാഴയോടൊപ്പമാണ് പള്ളിയിൽ പലരും കൊണ്ടുവരുന്നത്. ഇന്ന് അരൂർ പള്ളിയിൽ കൊണ്ടുവന്ന ഏറിയ ഭാഗം കുലകളും ആ രീതിയിൽ നട്ടിട്ടുള്ള വാഴകളാണ്. നാം വാഴയും വാഴക്കുലയുമായി കരുതും. വാഴ അവൻ വാഴയാണ്. ചില സിനിമകൾ വന്നിട്ടില്ലേ, ഇപ്പൊ വാഴ 1, 2 എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അതുകൊണ്ട് വാഴച്ചെടി എന്ന് പറഞ്ഞാൽ വളരെ മൃദുവായതാണ്, എളുപ്പം വളയുന്നതാണ്. അതായത് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാക്ക് ബോൺ ഇല്ല, അതായത് മരം അല്ലാതെ ആയതുകൊണ്ട് തന്നെയാണ്. ഉറച്ചു നിലപാടില്ലാത്തവരെയാണ് സാധാരണ വാഴ എന്ന് വിളിക്കുന്നത്. ഇത് പലരും കളിയാക്കാനായിട്ടും നർമ്മ ഭാഷയിലും ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഇതിനെ ചിന്തിക്കുമ്പോൾ ഒരു വശത്ത് ദേവാലയങ്ങളിൽ നേർച്ചയായി വാഴ സമർപ്പിക്കപ്പെടുമ്പോൾ മറുവശത്ത് വാഴ എന്ന പദം ചിലപ്പോൾ പരിഹാസാർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്നു. ഭാഷയിൽ ഒരേ വാക്യത്തിൽ തന്നെ പല അർത്ഥങ്ങൾ വരുന്നത് പോലെയാണ്. ആയതുകൊണ്ട് ആ വാഴയല്ല ഈ വാഴയും ഈ വാഴക്കൊലയും എന്ന് നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ നാട്ടിൽ വാഴക്കുല തിരുനാൾ എന്നാണ് വിശുദ്ധ കുർബാനയുടെ തിരുനാളിൽ ചിലെങ്കിലും വിശേഷിപ്പിക്കുന്നത്. വാഴക്കുലയുമായി ഒരു ബന്ധവും ഇന്നത്തെ പോലെ പണ്ടില്ലായിരുന്നു എന്ന് വേണം കരുതാനും. കാരണം ആദ്യമായി തങ്ങൾക്കുണ്ടാകുന്ന എല്ലാത്തരം കാർഷിക വിളകളും വിശുദ്ധ കുർബാനയുടെ തിരുനാളിൽ കാഴ്ച സമർപ്പണമായി ദൈവജനം നൽകുമായിരുന്നു. പിന്നീട് അത് വാഴക്കുലയിലേക്ക് ചുരുങ്ങുകയായിരുന്നു എന്ന് വേണം കരുതാനും. ഇത് മറ്റെല്ലാ സഭകളിലുമില്ല. വിദേശങ്ങളിലൊന്നും വാഴക്കുലയില്ല. ചില സഭകളിൽ നിന്ന് വരുന്നത് ഭാരതത്തിലാണ്. ഭാരതത്തിൽ എല്ലായിടത്തുമുണ്ടോ? ഇല്ല. കേരളത്തിൽ എല്ലായിടത്തുമുണ്ടോ? ഇല്ല. ലത്തീൻ സഭയിലാണ് കൂടുതൽ ചെയ്യുന്നത്. ലത്തീൻ സഭയിൽ എല്ലായിടത്തുമുണ്ടോ? ഇല്ല. ചില സ്ഥലങ്ങളിൽ ഈ വേസ്റ്റുകൾ, അതായത് വാഴക്കൊല കൊണ്ട് ഇടും. അതിനുശേഷം അതിലുണ്ടാകുന്ന വാഴയും കൊല എടുത്ത് ലേലം വിളിക്കും. വാഴയൊക്കെ എടുത്ത് വെട്ടി അവിടെ ഇവിടെ ഇടും. പള്ളികൾക്ക് സ്ഥലം പോരാതെ വരുമ്പോൾ എന്ത് ചെയ്യും? അത് വെട്ടി മാറ്റാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പല പള്ളികളിലും വാഴക്കൊല മാത്രമായി, വാഴയില്ലാതെ വാഴക്കൊല മാത്രമാക്കി. അപ്പോ നമ്മളെ സംബന്ധിച്ച ഒരു ലിറ്റർജിക്കൽ ഫാക്റ്റ് അല്ല വാഴക്കൊല എന്നുള്ളത് മനസ്സിലാക്കുക. വിശുദ്ധ കുർബാനയുമായുള്ള ഒരു ലിറ്റർജിക്കൽ ഫാക്റ്റ് അല്ല, ലിറ്റർജിക്കൽ വസ്തുതയല്ല, ലിറ്റർജിക്കൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല വാഴക്കൊല എന്നത്. അത് നാം കൊണ്ടുവന്ന കാർഷിക സംസ്കാരവുമായി ഉൾച്ചേർന്നുകൊണ്ട് നാം ഉയർത്തിക്കൊണ്ടുവന്നതാണ്. അതിന് അർത്ഥങ്ങളുണ്ട് ഈ വാഴക്കൊലയ്ക്ക്. ഈ അർത്ഥങ്ങളൊക്കെ ആര് കൊടുത്തു? ഇപ്പൊ കുരിശ് വരയ്ക്കാൻ തന്നെ അല്ലേ അർത്ഥങ്ങൾ ആദ്യകാലത്തുണ്ടായിരുന്നു. പിന്നീട് ഓരോരുത്തർ കൂട്ടിച്ചേർത്തതാണ് അതിന്റെ അർത്ഥങ്ങൾ. എങ്ങനെയാണ് കുരിശ് വരയ്ക്കുന്നത്, ഏത് രീതിയാണ് കുരിശ് വരയ്ക്കുന്നത്? ഞാൻ തന്നെ യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഒരു ദേഹം ഇങ്ങനെ തലയിൽ കുരിശ് വരച്ചിട്ട് ഒരു അച്ഛൻ ഇങ്ങനെ കുരിശ് വരച്ച് കാണിക്കുന്നു, ഒരു കന്യാസ്ത്രീ ഇങ്ങനെ. എന്തറിഞ്ഞിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്? അത് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടാണോ? അല്ല. അപ്പൊ അതായത് ഓരോരുത്തരുടെ ഐഡിയയിൽ ക്രിസ്തുവിനെ കൊണ്ടുപോവുകയാണ് അല്ലേ. ക്രിസ്തുവിനെ മുൾമുടി ധരിച്ചിട്ട് പോകുന്നു, സ്പാനിഷ് തൊപ്പി വെച്ചിട്ട് പോകുന്നു, അതുപോലെ തന്നെ സ്വർണ്ണ കിരീടം വെച്ചിട്ട് പോകുന്നു. അത് ഓരോരുത്തർക്ക് തോന്നുന്നതാണ്. ദൈവവചനത്തിൽ തന്നെ എത്രയോ പേര് വളച്ചൊടിക്കുന്നു. ആ ഒരു തലത്തിൽ ആണ് ഈ പറഞ്ഞ വാഴക്കൊലയെ പറ്റിയും കുറെ ഐതിഹ്യങ്ങളും ഇതുണ്ട്. പക്ഷേ ഇതിന്റെ യഥാർത്ഥമായ അർത്ഥങ്ങളെ ഞാൻ കൊണ്ടുവരികയാണ്. ക്രിസ്തുവും വാഴയുമായി താരതമ്യം വേണമെങ്കിൽ ഇങ്ങനെയാവാം. ക്രിസ്തു ലോകത്തിനായി സ്വയം ശൂന്യവൽക്കരിക്കുകയാണ്. അതുപോലെ വാഴയും തൻ്റെ പിൻതലമുറയ്ക്കായി സ്വയം ശൂന്യവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലം നമ്മൾക്കായി നൽകുന്നതോടെ ആ വാഴ തന്നെ ശൂന്യവൽക്കരിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഒരു വീട്ടിൽ വാഴ നട്ടു കഴിഞ്ഞാൽ വാഴക്കൊല ഉണ്ടാവില്ലേ?
ആ വാഴക്കുല ഉണ്ടായി പിന്നെ ആ വാഴയോട് നിർത്തുമോ? ഇല്ല, അതിനെ പൊളിച്ച് വീണ്ടും നമ്മൾ എടുക്കും. അതല്ലെങ്കിൽ വെട്ടിക്കൂട്ടി അതിന്റെ ചുവട്ടിൽ തന്നെ വളമാറ്റിയിടും, അല്ലേ? അതായത് പിന്നീട് അതിൽ നിന്നൊന്നും ഉണ്ടാകുന്നില്ല. ഈശോയും അതുപോലെ തന്നെയായിരുന്നു, അല്ലേ? ഈശോയുടെ ഫലം നമ്മൾക്കായി നൽകി. അതോടെ അദ്ദേഹം ശൂന്യവൽക്കരിക്കപ്പെടുകയാണ് ചെയ്തതല്ലേ? കുരിശിലൂടെ മരിക്കുകയാണ് ചെയ്തത്. സ്വർഗാരോഹണത്തിലൂടെ പിതാവിന്റെ അടുത്തേക്ക് പോവുകയാണ് ചെയ്തത്. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ വാഴയെ ഇംഗ്ലീഷിൽ പ്ലെയിൻറ്റിഫ് ട്രീ എന്നാ പറയുന്നത്. അതിന്റെ ഘടന അനുസരിച്ച് അതിന് വൃക്ഷ വിഭാഗത്തിൽ പെടുന്നില്ല, എന്നാൽ ചെടിയുടെ വിഭാഗത്തിലും. അതിനെ പ്ലെയിൻറ്റിഫ് ട്രീ എന്ന് പറയുമ്പോൾ ഒരു ചെടി ആണ്, അതോടൊപ്പം ട്രീയുമാണ്. അപ്പൊ അത് ഒരു സസ്യമാണ്, അതോടൊപ്പം തന്നെ ട്രീയുമാണ്. ഇംഗ്ലീഷിൽ പറയുന്നത് തന്നെ ഇവിടെ എടുക്കുകയാണ്, ക്രിസ്തു മനുഷ്യനാണ്, അതോടൊപ്പം ദൈവവുമാണ്. അതായത് മനസ്സിലാക്കുക, വാഴ എന്ന് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഏറ്റവും വലിയ ചെടി എന്നാണ് വാഴയെ സയൻസ് പറയുന്നത്. അതുകൊണ്ട് അതിന് ചെടി എന്ന് പറയുന്നു. എന്നാൽ വേറൊരു വിഭാഗം പറയുന്നതാണ് വാഴയെ മരമാക്കിയാണ് എടുക്കുന്നത്. അപ്പൊ അതായത് മരമാണ്. എന്നാൽ ഈ പാവം വാഴ മരവുമല്ല ചെടിയുമല്ല, രണ്ടിനും അല്ല. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവിനോട് ചേർത്ത് വെച്ചത്. ക്രിസ്തു മനുഷ്യനാണ്, അതോടൊപ്പം ദൈവവുമാണ്. ദൈവമായി കണ്ടവരും ചരിത്രപുരുഷമായി കാണുന്നവരും ഇന്നും അന്നും എന്നും ഉണ്ട്. ഈ കാരണങ്ങൾ കൂടിക്കൊണ്ടാകാം വാഴയെയും വാഴക്കുലയെയും തിരുനാളിന്റെ പ്രതീകങ്ങളായി എടുക്കാനുള്ള കാരണവും. ഇത് ഈ ഒരു ചിന്ത എനിക്ക് വന്നത് മറ്റൊന്നുമല്ല, ഞാൻ ബിനൂസും കൂടി ഇങ്ങനെ വാഴക്കുല കഴിഞ്ഞ വർഷം വാഴക്കുല വെക്കാൻ പോയപ്പോൾ ബിനൂസിനൊരു സംശയമുണ്ടായി. എന്നോട് ചോദിച്ചു, ബിനൂസിന്റെ വൈഫ് അതായത് ബിന്ദു ടീച്ചർ എന്നോട് ചോദിച്ചു. അപ്പോഴാണ് എൻ്റെ മനസ്സിലോട്ട് വന്നത്, ദൈവമേ, ഇത്രയും നല്ലൊരു അർത്ഥമുണ്ടോ? അതാണ് ഇത്. പലതിനും പാരമ്പര്യമായി പല കൂട്ടിച്ചേർക്കലുകളും വരാറുണ്ട്. ആരെങ്കിലും ഇതിന് മറ്റെന്തെങ്കിലും ചേർത്ത് വെച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇത് പാരമ്പര്യമായി ഇന്നും തുടരുന്നു. ചിലർ ചോദിക്കും, കൊരട്ടിയിലെ മാതാവും ഈ വാഴക്കുലയും തമ്മിൽ ബന്ധമുണ്ടാകുന്നു. ഒരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കുക. 1264 പോപ്പ് അർബൻ 4 പാപ്പയാണ് വ്യാഴാഴ്ച ആഘോഷിക്കാനായി കോർപ്പസ് ക്രിസ്റ്റി തിരുനാൾ സ്ഥാപിച്ചത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമുള്ള ആരാധനക്രമങ്ങളുടെ ഭാഗമായാണ് 1969 മുതൽ അതായത് 1969 മുതൽ പല രാജ്യങ്ങളിലും പിറ്റേ ഞായറാഴ്ചത്തേക്ക്, അതായത് കോർപ്പസ് ക്രിസ്റ്റി വരുന്ന ആ വ്യാഴാഴ്ച കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയിലേക്ക് മാറ്റി ആഘോഷിക്കാൻ അനുവാദം നൽകിയത്. ഈ പരിഷ്കാരങ്ങൾ പോൾ 6 പാപ്പയുടെ മിസ്റ്റേരി പസ്റ്റാലിസ് എന്ന രേഖയിലൂടെയാണ് നടപ്പാക്കിയതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇന്നും ഇറ്റലി ഉൾപ്പെടെ ചില സ്ഥലങ്ങളിൽ, ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ കോർപ്പസ് ക്രിസ്റ്റി പരമ്പരാഗത വ്യാഴാഴ്ച തന്നെയാണ് ആഘോഷിക്കുന്നത്. അതേസമയം പല രാജ്യങ്ങളിലും അത് ഞായറാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുന്നു. നമ്മുടെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും വ്യാഴാഴ്ചയാണ്, അല്ലെങ്കിൽ അനുദിന വിശുദ്ധരിലും വ്യാഴാഴ്ചയാണ് കോർപ്പസ് ക്രിസ്റ്റി ഇപ്പോഴും അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പറയുക തന്നെയാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ നടക്കേണ്ടത്. കോർപ്പസ് ക്രിസ്റ്റി തിരുനാൾ വ്യാഴാഴ്ചയിൽ നിന്നും ഞായറാഴ്ചയിലേക്ക് മാറ്റിയത് ഒരു പ്രത്യേക പോപ്പിന്റെ ഉത്തരവിലൂടെ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് പല രാജ്യങ്ങളിലും പല തരത്തിലായിരുന്നു. എന്നാൽ ഇതിന് വഴിയൊരുക്കിയ പ്രധാന വ്യക്തി എന്ന് പറയാവുന്നത് പോപ്പ് പോൾ 6 1969 ഫെബ്രുവരി 14 പോൾ 6 പാപ്പ പുറത്തിറക്കിയ മിസ്റ്റേരി പസ്റ്റാലിസ് എന്ന രേഖയിലൂടെയും അതിനോട് അനുബന്ധിച്ച ജനറൽ റോമൻ കലണ്ടർ പരിഷ്കാരങ്ങളിലൂടെയാണ്
ചില തിരുനാളുകൾ പ്രാദേശിക മെത്രാൻ സമിതികളുടെ തീരുമാനപ്രകാരം ഞായറാഴ്ചയിലേക്ക് മാറ്റാൻ അവസരം നൽകിയതും പല രാജ്യങ്ങളിലും ആ ഒരു തലത്തിലാണ്. 1969 മുമ്പ് കോർപ്പസ് ക്രിസ്റ്റി സാധാരണയായി വ്യാഴാഴ്ച തന്നെയായിരുന്നു. 1969 കലണ്ടർ പരിഷ്കാരങ്ങൾക്ക് ശേഷം വിവിധ രാജ്യങ്ങളിലെ മെത്രാൻ സമിതികൾക്ക്, ദാറ്റ് മീൻസ് ബിഷപ്സ് കോൺഫറൻസ്, വിശുദ്ധ സിംഹാസനത്തിന്റെ അതായത് ഹോളിസിയുടെ അംഗീകാരത്തോടെ, ഹോളിസിയെ പറ്റി ഞാൻ പറയുന്നുണ്ട്, ഹോളിസിയുടെ അംഗീകാരത്തോടെ അത് അടുത്ത ഞായറാഴ്ച ആഘോഷിക്കാനുള്ള അനുവാദം ലഭിച്ചു. പല മാറ്റങ്ങള്, പല വിശുദ്ധരുടെയും മാറ്റങ്ങൾ അങ്ങനെ വരാറുണ്ട്. അത് തന്നെയാണ് പെസഹ വ്യാഴാഴ്ച എന്ന ദിവസം പരിശുദ്ധ കുർബാനയുടെ ആഘോഷമായിട്ട് നാം ആചരിക്കുന്നു. എന്നാൽ അതൊരു തിരുനാളായി ആചരിക്കുന്നില്ല. അത് പെസഹ തിരുനാൾ ആയിട്ട് തന്നെയാണ് അത് ആഘോഷിക്കുന്നത്. ആ ഒരു കാരണത്താൽ തന്നെയാണ് ഈശോയുടെ വെളിപാടിലൂടെ പെസഹ വ്യാഴാഴ്ച നടത്തേണ്ടിയിരുന്ന പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ 60 ദിവസം കഴിഞ്ഞിട്ട് നടത്തുന്നത്. അത് വിശുദ്ധ ജൂലിയാനയിലൂടെ. അത് ഞാൻ തുടർന്ന് പറയുന്നുണ്ട്. പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് എതിരായി നിന്നവർക്ക് ചരിത്രം പറയാം. ഒപ്പം വിശുദ്ധ ജൂലിയാനയുടെയും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ തീർന്നില്ല, തുടരുകയാണ്. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടുതൽ അറിവുകളുമായി വീണ്ടും കാണാം.